കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം. കെട്ടിടത്തിനടിയിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് മന്ത്രിയോട് പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സൂപ്രണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒന്നുമില്ലെന്ന് കോൺഗ്രസ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ രംഗത്തെത്തി. മന്ത്രിയെ സംരക്ഷിക്കുന്ന പ്രതികരണവുമായാണ് സൂപ്രണ്ട് എത്തിയതെങ്കിലും ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് ഒന്നുമില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. കെട്ടിടത്തിനടിയിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് മന്ത്രിയോട് പറഞ്ഞത് താനാണെന്നും അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു സൂപ്രണ്ട് ജയകുമാറിന്റെ പ്രതികരണം. കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടായിരുന്നുവെന്നും നടന്നത് ദുരന്തമാണെന്നും സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്നും സൂപ്രണ്ട് പറഞ്ഞു. അകത്താരുമില്ലെന്ന് അവിടെ ഉണ്ടായിരുന്നവരാണ് തന്നോട് പറഞ്ഞതെന്നും തകർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കരുതിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് മന്ത്രിക്ക് കൈമാറിയത്. സംഭവത്തിന് പിന്നാലെ 3 വാർഡുകളിലെ ആളുകളെ 15 മിനിറ്റ് കൊണ്ട് മാറ്റി. ആരെയും നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തില്ല. മുൻ നിശ്ചയിച്ച പ്രകാരമാണ് ഡിസ്ചാർജുകൾ നൽകിയത്. സംഭവത്തിന് ശേഷം മെഡിക്കൽ കോളേജ് പ്രവർത്തനം പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. അപകടം ചികിത്സയെ ബാധിച്ചിട്ടില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു. കെട്ടിടത്തിന് പൂർണ്ണമായും പ്രശ്നങ്ങളുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞു. പ്രവർത്തനം പൂർണ്ണമായി നിർത്തിയ ശേഷം ആളുകളെ മാറ്റുക സാധ്യമല്ലായിരുന്നു. പകരം സംവിധാനമില്ലാതെ കെട്ടിടം അടച്ചിടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കെട്ടിടത്തിൽ ശാസ്ത്രീയ പഠനം അനിവാര്യമായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട 2 ഏജൻസികൾ പഠനം നടത്തിയെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഇടിച്ചു കളയുകയോ ബലപ്പെടുത്തുകയോ ചെയ്യാനാണ് 2 ഏജൻസികളും പറഞ്ഞത്. അതിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇതോടെ 3ാം ഏജൻസിയെ പഠനം നടത്താൻ നിയോഗിച്ചു. ഇതോടെയാണ് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റാൻ തീരുമാനമായതെന്നും സൂപ്രണ്ട് പറഞ്ഞു. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കോട്ടയത്തെത്തും. ഇന്ന് കോട്ടയത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. അപകടത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. ബിന്ദുവിന്റെ മൃതദേഹവുമായി ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ആംബുലൻസിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബിന്ദുവിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞ് പ്രതിഷേധിച്ച ചാണ്ടി ഉമ്മൻ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പുറമെ സ്ഥലത്ത് പ്രതിഷേധിച്ച 30ഓളം പേർക്കെതിരെയും കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു. ഇതിനിടെ രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യയാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു.